മോർണിംഗ് ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ അനീറ്റ ജബ്ബാർ മാഡം, ചാലക്കുടി ഐ വിഷൻ ഐ കെയർ സെൻറ്ററിലെ കോർണിയ സ്പെഷ്യലിസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം അന്ധതയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും അന്ധത എന്താണെന്നുള്ളത്. ബ്ലൈൻഡ്നെസ്, പരിപൂർണമായും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അന്ധത എന്ന് പറയുന്നവരുണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അന്ധത ഉണ്ടാകുന്നവരും ഉണ്ടാവാം. അപ്പോൾ അന്ധത എന്താണ്, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡോക്ടറോട് സംസാരിക്കുക. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ അനീറ്റ. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ, ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം അന്ധതയാണെന്ന്, ബ്ലൈൻഡ്നെസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പരിപൂർണമായും കാഴ്ചയില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അന്ധത എന്ന് പറയുക. എന്നാലും ഒരു ഒഫ്താൽമോളജിസ്റ്റ്, ഒരു കണ്ണ് ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ അന്ധത എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അതെ, അന്ധത എന്ന് പറഞ്ഞാൽ WHO ഡെഫിനിഷൻ അനുസരിച്ച് ഒരാളുടെ കാഴ്ച ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ണാടി വെച്ചിട്ട് ഏറ്റവും നല്ല, ഇപ്പോൾ രണ്ട് കണ്ണിനും രണ്ട് കാഴ്ചയുള്ള ഒരാൾക്ക് ഏറ്റവും ബെറ്റർ ഐയിൽ 6/60 ലെസ് ദാൻ 6/60 വിഷൻ ഉള്ള ഒരാളെയാണ് അന്ധത അനുഭവിക്കുന്നയാളെന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് തരമുണ്ട്. ഇപ്പോൾ കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ വേറൊരവസ്ഥയാണ്, അന്ധത എന്ന് പറഞ്ഞാൽ വേറൊരവസ്ഥയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ഏതൊരു ബലഹീനതയ്ക്കും മേലെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. കാരണം അന്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ ഒരാളുടെ പരസഹായം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പോൾ അന്ധതയുടെ കാരണങ്ങളും അതിന് പരിഹരിക്കാനുള്ള അന്ധത, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അന്ധത ജന്മനാ ഉണ്ടാകുന്ന അന്ധതയുണ്ട്, അന്ധരായിട്ട് ജനിക്കുന്നവരുണ്ടാവാം. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അന്ധരാകുന്നവരും ഉണ്ടാവാം. അപ്പം നമ്മളെ പ്രധാനപ്പെട്ട വിഷയം അന്ധരാകുന്ന ആ ഒരു ഇതിനെയാണല്ലോ, ജന്മനായുള്ള അന്ധരയല്ല നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അന്ധത ഉണ്ടാവാം? അന്ധതയുടെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും ഒരു താരതമ്യേന ഏറ്റവും കൂടുതൽ അന്ധരുള്ളതെന്ന്. ഒരു 1/5 ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ ലിവ്സ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് ലോകത്ത് ഒരു 5 അന്ധന്മാരെടുത്താൽ അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. അപ്പം അന്ധതയുടെ ഏറ്റവും ആഴത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് ഇന്ത്യയിൽ വിഷയമാണ്. അതായത് ഒരു 15 മില്യൺ ജനങ്ങൾ അന്ധത അനുഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ ബൈലാറ്ററലി ബ്ലൈൻഡ്, ഇപ്പോൾ രണ്ട് കണ്ണിനും അന്ധതയുള്ളവർ ഒരു ഏകദേശം 1 മില്യൺ ജനങ്ങളുണ്ടാവും. ഓക്കെ. അന്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിമിരമാണ്. കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത, ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ലെൻസിൻ്റെ പ്രോട്ടീൻസ് ഒക്കെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് ലെൻസ് ഒരു ഒപ്പേക്ക് ആവുന്ന ഒരവസ്ഥയാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അതൊരു 62.6% അന്ധതയ്ക്ക് കാരണം തിമിരമാണ്. ഏറ്റവും കൂടുതൽ തിമിരമാണ്. പിന്നെ ഉള്ളത് ഇപ്പോൾ കണ്ണിൻ്റെ മർദ്ദം, ഇത് ഗ്ലോക്കോമ എന്ന അവസ്ഥയുണ്ട്. കണ്ണിൻ്റെ ഇൻട്രാോക്കുലർ പ്രഷർ കൂടി കണ്ണിൻ്റെ ഞരമ്പ് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആവുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്. അതായത് ഡയബറ്റിസ് മൂലം കണ്ണിൻ്റെ ഉള്ളിലുള്ള ഞരമ്പിന് രക്തയോട്ടം കുറയുകയും അതിനനുസരിച്ച് റെറ്റിനോപ്പതി ബാധിക്കുകയും ചെയ്യുന്നവർക്ക് അന്ധത അനുഭവപ്പെടും. പിന്നെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കോർണിയയുടെ അസുഖങ്ങൾ, അതായത് കൃഷ്ണമണിയുടെ അസുഖങ്ങൾ മൂലം അന്ധത അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ഒരു പ്രിവെൻറ്റബിൾ ബ്ലൈൻഡ്നെസ് ആണ്. അതായത് നമുക്ക് ശരിയായ ചികിത്സ ശരിയായ സമയത്ത് ലഭിക്കുകയാണെങ്കിൽ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് ഒട്ടൊക്കെ പ്രിവെൻറ്റബിൾ ആണ്. അതുകൊണ്ട് അതും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് നമുക്കപ്പം പ്രിവെൻറ്റബിൾ ആയിട്ട് അന്ധതയ്ക്ക് കാരണമാകുന്ന കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് നമുക്ക് ആദ്യം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ തിമിരമൊക്കെ ഒരുപക്ഷെ എല്ലാവരും പലതവണ കേട്ടിട്ടുണ്ടാവും. നമുക്കൊരു പുതിയ വിഷയമായെന്ന് എനിക്ക് തോന്നുന്നു. കോർണിയൽ ബ്ലൈൻഡ്നെസ് അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാം. കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏറ്റവും ഒരു സുതാര്യമായ ഒരു സ്ട്രക്ചറാണ് കോർണിയ എന്ന് പറയുന്നത്. കോർണിയയ്ക്ക് 5 ലെയേഴ്സ് ഉണ്ട്. അതെല്ലാം ഒരു കണ്ണാടി പോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്നാലേ നമ്മളുടെ കണ്ണിൽ വീഴുന്ന രശ്മികൾ കറക്റ്റായിട്ട് അത് ബ്രെയിനിൽ എത്തിച്ച് ഒരു ഇമേജ് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കോർണിയ മൂലമുള്ള കാഴ്ചക്കുറവിന് കാരണങ്ങളാണ്. അതായത് പഴുപ്പ്, കോർണിയൽ അൾസേഴ്സ് എന്ന് പറയും. കോർണിയൽ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പഴുപ്പ് ബാധിക്കുന്ന ഒരവസ്ഥയാണ്.
ഇപ്പോൾ പലതരത്തിലുള്ള അണുക്കൾ കൊണ്ട് കോർണിയൽ അൾസേഴ്സ് ഉണ്ടാവാം. അത് ഓരോ പ്രകൃതി റീജിയനിലും ഓരോ കാലാവസ്ഥയിലും മാറി മാറി വരും. അതായത് ഹാർവെസ്റ്റിംഗ് സീസൺ, അതായത് കൃഷിയിടങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗൽ കോർണിയൽ അൾസേഴ്സ് കൂടുതലും ഉണ്ടാവും. പിന്നെ ബാക്ടീരിയൽ കോർണിയൽ അൾസേഴ്സ്, അങ്ങനെ പിന്നെ ഈ അമീബ മൂലമുള്ള അൾസേഴ്സ്, അക്കാന്തമീബ എന്ന് പറയും. അങ്ങനെ അൾസേഴ്സിൻ്റെ കാരണങ്ങൾ പലതാണ്. അത് എപ്പോഴും ഒരു മുറിവ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു മുറിവും ഉണ്ടാവാതെ തന്നെ വളരെ ശക്തി ഏറിയ അണുക്കൾ, അതായത് ഡിഫ്തീരിയ, ഗോണോകോക്കസ് എന്ന് പറഞ്ഞ അണുക്കൾ ഈവൻ ഒരു മുറിവ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ പോലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് ബാധിച്ച് കൃഷ്ണമണിയിൽ പഴുപ്പുണ്ടാവും. കോർണിയൽ അൾസറിൻ്റെ സിംറ്റം മെയിനായിട്ടും പെയിൻ ആയിരിക്കും. പെയിന്, റെഡ്നെസ്, വാട്ടറിങ്, കണ്ണ് ചുമന്നിരിക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരും. പിന്നെ കണ്ണിൻ്റെ നടുക്കാണെന്നുണ്ടെങ്കിൽ ഈ അൾസേഴ്സ് പല ഭാഗത്തും വരാം. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാഴ്ചക്കുറവ് അനുഭവപ്പെടണമെന്നില്ല ഇമ്മീഡിയറ്റ്ലി. പിന്നെ നടുക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാഴ്ച കുറയാം. പിന്നെ കണ്ണ് ഫോട്ടോഫോബിയ വരും, പെട്ടെന്ന് ലൈറ്റ് വെളിച്ചത്തേക്ക് നോക്കാൻ ഒട്ടും പറ്റില്ല. കോർണിയൽ അൾസർ അല്ലാതെ ഇതിന്റെ കാരണങ്ങൾ വേറെ എന്താ പറയാനുള്ളത്, പ്രധാനപ്പെട്ട കാരണങ്ങൾ? കോർണിയൽ അൾസേഴ്സ്, കോർണിയൽ ഉണ്ടാകുന്ന മുറിവുകൾ ഒരു പ്രധാനമാണ്. അതായത് ആക്സിഡൻറ്റ് വഴിയോ കൂർത്ത സാധനങ്ങൾ, ഇപ്പോൾ കണ്ണാടി വെച്ചിട്ടുള്ള ഒരാൾ കാറിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻസ് കൊണ്ട് ആ ചില്ല് കുത്തിക്കേറിയുള്ള അവസ്ഥ. പിന്നെ ചെറിയ കുട്ടികളെ കത്തിയോ അതുപോലത്തെ മൂർച്ചയുള്ള സാധനങ്ങൾ ഈർക്കിൽ വെച്ച് കളിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ മുറിവുകൾ ഈവൻ ഒരു ചെറിയ ഒരു മുറിവ് ആയാൽ തന്നെയും അത് കൃഷ്ണമണിയിൽ മായാത്ത പാട് വീഴും. ഇപ്പോൾ ശരീരത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു മുറിവിൽ പാട് വീഴുന്നത് പോലെ അതിലും ഏറ്റവും കൂടുതലായിട്ട് പാട് വീഴുന്ന ഒരു സ്ട്രക്ചറാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ട്രാൻസ്പെറൻസി പോകുമ്പോൾ അത് വെളിച്ചം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വരും. അപ്പോൾ കാഴ്ചയെ വളരെയധികം ബാധിക്കും. വേറെ കാരണങ്ങളുണ്ടോ? ഇനി കോർണിയൽ അൾസർ പറഞ്ഞു, അതുപോലെ മുറിവുകൾ പറഞ്ഞു, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മുറിവുകൾ, പിന്നെ കൃഷ്ണമണിക്ക് ഉണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. കോർണിയൽ ഡിസ്ട്രോഫീസ് എന്ന് പറയും. അതായത് ചിലർക്കൊരു 10 വയസ്സ് തുടങ്ങി കണ്ണിൻ്റെ കൃഷ്ണമണിയെ ചെറിയ വെളുപ്പ് നിറം ബാധിക്കും. പിന്നെ അത് കൂടി വരും. ചിലർക്കൊരു 40 വയസ്സ് വരെ കാഴ്ച ഉണ്ടാവും. 40 വയസ്സിന് ശേഷം കാഴ്ച ക്രമാതീതമായി കുറയും. അതൊരു ഹെറിഡിറ്ററി കോസസുമാണത്. പിന്നെ ചില കുട്ടികളെ ജന്മനാൽ തന്നെ കൃഷ്ണമണി വെളുത്തിരിക്കും. അത് ഒരു കൺജനീറ്റൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു കോസാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കൺസാങ്ക്വിനസ് മാരേജ്, അതായത് ബന്ധത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കുന്ന ഒരു ചില റിലീജിയനിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കൺജനീറ്റൽ കോർണിയൽ ഒപ്പാസിറ്റീസ് കൂടും. പിന്നെ ചില മെറ്റബോളിക് ഡിസീസസ് ഉണ്ട്, ഈ മ്യൂക്കോപോളിസാക്രഡോസിസ് എന്നൊക്കെ പറഞ്ഞാൽ. അത് ജന്മനാ ജനിക്കുന്ന കുട്ടികളുടെ 2 കണ്ണും വൈറ്റ് ആയിട്ടിരിക്കും, കോർണിയ വൈറ്റ് ആയിരിക്കും. അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്, അതായത് ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അന്ധതയുടെ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തുടങ്ങിയത്. ഇപ്പോൾ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കോർണിയൽ അൾസറിൻ്റെ സിംറ്റംസ് പെയിനും വെള്ളമെടുക്കലുമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് പൊതുവേ കണ്ണിൻ്റെ സാധനമായതുകൊണ്ട് കണ്ണിൽ എന്താണ്, നമ്മളിപ്പോൾ ദേഹത്ത് വേറെ പല സ്ഥലത്തും എന്ത് സംഭവിച്ചാലും കണ്ണ് വെച്ച് നമുക്ക് നോക്കിക്കാണാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത്. അതേസമയം കണ്ണിൽ എന്താണ് ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ പറ്റില്ല. അപ്പം ഇത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ട കണ്ണിൻ്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? നമുക്ക് എന്തായാലും കണ്ണിലൊരു ചെറിയ കരട് തടഞ്ഞാൽ തന്നെയും കുറച്ച് വെള്ളം വരും, അല്ലേ? ചിലപ്പോൾ അത് തനിയെ പോകും. ആ വെള്ളം വരലിൻ്റെ കൂടെ ആ കരട് വീണു പോയി കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ഓൾ റൈറ്റ്. പക്ഷേ അത് മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതാനും മണിക്കൂർ നേരത്തേക്ക് മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസമായാലും കണ്ണ് കഴുകിയാലും കണ്ണിൽ എന്തെങ്കിലും തുള്ളിമരുന്ന് ഒഴിച്ചാലും ഒന്നും മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, കാഴ്ചക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ, പിന്നെ ഈ ഫോട്ടോഫോബിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണ് വെളിച്ചം ഒട്ടും തട്ടാൻ പറ്റാതെ കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൃഷ്ണമണിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ഉടനെ തന്നെ വിദഗ്ധ ചികിത്സ വേണം. ഒരു ഡോക്ടറെ കണ്ടാൽ, ഇപ്പം ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യം തന്നെ ഞങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി എടുക്കും. ഇപ്പോൾ ചില പേഷ്യൻസ് നമ്മളെ ചോദിക്കുമ്പോഴേ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ, ഇപ്പോൾ ഒരു പ്രാണി തട്ടി, അല്ലെങ്കിൽ ബൈക്കിൽ പോയപ്പോൾ ഒരു വസ്തു കരട് വീണു, കണ്ണ് തിരുമ്മി, അങ്ങനെ. പിന്നെ നമ്മൾ വിഷൻ നോക്കും. വിഷൻ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും എന്തുകൊണ്ടാണ് ഈ വിഷൻ കുറയാൻ കാരണം എന്നുള്ളത്. അപ്പോൾ സ്ലിറ്റ് ലാമ്പ് പോലെ, മൈക്രോസ്കോപ്പിലാണ് നമ്മൾ എല്ലാ പേഷ്യൻസിനെയും നോക്കുന്നത്. സ്ലിറ്റ് ലാമ്പ് പോലത്തെ ഒരു ഉപകരണം വെച്ചിട്ട് നമ്മൾ കൃഷ്ണമണിയും
കഞ്ചങ്ടൈവ എല്ലാം ഫുള്ളായിട്ട് സ്ക്രീൻ ചെയ്യും. അപ്പോൾ തീരെ ചെറിയ കരടായാലോ പോറലായാലോ മുറിവായാലോ എല്ലാം അതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം കണ്ണിൽ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അതിപ്പോൾ കാരണം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഡോക്ടർ പറഞ്ഞല്ലോ പ്രിവെൻറ്റബിൾ ആണെങ്കിൽ ട്രീറ്റബിൾ ആണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സപ്പോസ് ഒരു ചെറിയ കോർണിയൽ അൾസറിൻ്റെ കാര്യം തന്നെ എടുക്കാം. പലരും പല രീതിയിൽ അത് ചികിത്സിക്കും. ചിലർ മെഡിക്കൽ ഷോപ്പിൽ പോയി ഓവർ ദ കൗണ്ടർ ഒരു മരുന്ന് വാങ്ങും. ചിലരുടെ നിർബന്ധപ്രകാരം ചില നാട്ടുവൈദ്യം ഇത് ചെയ്യും, ഒന്ന് ട്രൈ ചെയ്യും. കാരണം ചില പൂവിൻ്റെ നീരോ ചിലപ്പോൾ മൂത്രം വരെ ഒഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മളുടെ അടുത്ത് എത്തുകയുള്ളൂ. അപ്പോഴാണ് കൂടുതൽ അത് കോംപ്ലിക്കേഷൻ വഷളായിട്ടുണ്ടാവും. അതല്ല, ഡയറക്റ്റ് ആയിട്ട് ഒന്നും ഒഴിക്കാതെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കോർണിയൽ എത്രത്തോളം ഡെപ്ത് ഉണ്ട്. ഈ അൾസർ ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണമണി പല ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മാത്രം അൾസേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് അനുസരിച്ചും ഇപ്പോൾ 3 mm താഴെ ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വലിയ വ്യാപകമായ രീതിയിൽ അൾസർ വ്യാപിച്ചിട്ടുണ്ടെങ്കിലോ അത് ഇൻ ഡെപ്ത് കുറച്ചും കൂടെ ആഴത്തിലാണെന്നുണ്ടെങ്കിലോ അതിന് നമ്മൾ കോർണിയൽ സ്ക്രേപ്പിംഗ് ചെയ്യും. അതായത് അത് എന്ത് അണുക്കളാണ് അതിലുള്ളതെന്ന് നമ്മൾ പരിശോധനയ്ക്ക് ലാബിൽ അയക്കും. ഈ കോർണിയൽ അൾസറിൻ്റെ തന്നെ മൈക്രോസ്കോപ്പിൽ ഇരുത്തി നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് തരും അവർ. ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ അതനുസരിച്ചിട്ടുള്ള ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 75% നമുക്ക് ക്യൂറബിൾ ആണ്. ഇത് 75% ക്യൂറബിൾ ആണ്. ബാക്കി ഒരു 25% സർജറി വേണ്ടി വന്നേക്കാം. മെഡിസിൻ കൊണ്ട് മാറാത്ത രോഗങ്ങൾക്ക് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ചികിത്സ വേണ്ടി വരും. അതായത് കോർണിയയിൽ ഫുള്ളായിട്ടുള്ള അൾസർ ആണെങ്കിലോ അത് മരുന്നിൽ മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ പുതിയ അണുക്കളുടെ ചിലപ്പോൾ ഒരണുക്കൾ മാറി കഴിയുമ്പോഴേക്കും അത് റെസിസ്റ്റൻ്റ് ആവും. പിന്നെ ചിലപ്പോൾ സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അത് നമുക്ക് മരുന്നിൽ മാറ്റാം. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോർണിയൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ കോർണിയ ഒപ്പേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്പെറൻസി പോവുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള കൃഷ്ണമണി, ഈ അസുഖം ബാധിച്ച കൃഷ്ണമണി നീക്കം ചെയ്തിട്ട് ആരോഗ്യമുള്ള കൃഷ്ണമണി വെച്ച് പിടിപ്പിക്കുന്ന ഒരു സർജറിക്കാണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ പറഞ്ഞ കോർണിയൽ ബ്ലൈൻഡ്, അതായത് ഇൻഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്ന കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതോ ജന്മന ഉള്ള കോർണിയൽ ബ്ലൈൻഡ്നെസ്സിനും ഈ സർജറി ആപ്ലിക്കബിൾ ആണോ? ഓഫ്കോഴ്സ്, ജന്മന ഉള്ള കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് ഏക ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് സർജറിയാണ്. പ്രൊവൈഡഡ് അവർ റെറ്റീന, ഒപ്റ്റിക് നെർവ് എല്ലാം. ഇപ്പം നമ്മൾ കോർണിയ എന്ന് പറഞ്ഞ ഒരു ജനലായിട്ട് ഒരു സങ്കല്പിക്കാം. അപ്പോൾ ആ ജനലിൽ കൂടെ വെളിച്ചം വന്നാലേ പുറകിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ ജനൽ വൃത്തിയായി ഇരുന്നാലും പുറകിലുള്ള ഒപ്റ്റിക് നെർവ്, റെറ്റിന അതൊക്കെ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോർണിയ മാറ്റി വെച്ചാലും കാഴ്ച കിട്ടില്ല. അപ്പോൾ നമുക്ക് അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും റെറ്റിന നോർമൽ ആണോ അറ്റാച്ച്ഡ് ആണോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ വിധത്തിലൊന്നും കാഴ്ച കിട്ടാത്ത ഒരു രോഗിക്ക് പക്ഷേ അല്ല കിട്ടും. ഓക്കെ, ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന സാധനത്തിന് ഈ കോർണിയ വേണമല്ലോ, അത് എവിടെ നിന്നാണ് കിട്ടുക? കോർണിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോർണിയ ഇതുവരെ ലഭിക്കുന്നില്ല. നമ്മൾ ഈ നേത്രദാനത്തിലൂടെ കിട്ടുന്ന നേത്രദാനം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഒരാളുടെ നേത്രദാനം നമുക്ക് 2 പേർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റും. അത് ഒരാളുടെ നമ്മൾ നേത്രദാനത്തിലൂടെ കിട്ടുന്ന 2 കോർണിയാണ്. ആ 2 കോർണിയ 2 പേർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഐ ബാങ്കിലൂടെയാണ് നമുക്ക് ഈ കോർണിയാസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഐ ബാങ്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഐ ബാങ്ക് ഉണ്ടെങ്കിൽ അതിന് ചുറ്റിനുമുള്ള എല്ലാ നന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഐ ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച്, ഇപ്പം നമുക്ക് ഇന്ന ഏജിലുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഇന്ന എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ബൈലാറ്ററലി ചില കേസുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ കോർണിയൽ അൾസേഴ്സ്, അത് പെർഫറേറ്റഡ് കോർണിയൽ അൾസേഴ്സ് എന്ന് പറയും. പെട്ടെന്ന് മുറിവ് വ്യാപിച്ചു, അതിൽ പൊട്ടൽ വീണു, കണ്ണിനുള്ളിലുള്ള ദ്രാവകം പുറത്തു വന്നു എന്നുള്ള അവസ്ഥയിൽ ഒരു പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്കത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ്, കോർണിയ മാറ്റിവെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഇത് കോർണിയ മുഴുവനായി മാറ്റിവെക്കുകയാണോ, അതിൽ കണ്ണിലുള്ള എക്സിസ്റ്റിംഗ് ഒരു കോർണിയ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഉപയോഗശൂന്യമാണെങ്കിൽ പോലും അതെടുത്ത് മാറ്റിയിട്ട് പുതിയത് വെക്കുകയാണോ, എങ്ങനെയാണ് നിങ്ങൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത്?
ഇപ്പോൾ കോർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് മാറ്റി വെക്കില്ല. കോർണിയ എന്ന് പറഞ്ഞാൽ ഒരു 13 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ ഒരു ഡിസ്കാണ്. അതിൻ്റെ ഒരു 8 മില്ലിമീറ്റേഴ്സ് സെൻട്രൽ ആയിട്ടുള്ള പോർഷൻ മാത്രം നമ്മൾ മാറ്റി വെക്കുന്നത്. അത് തന്നെ പഴയ കൺസെപ്റ്റ് അനുസരിച്ച് ഫുൾ തിക്നെസ്, ഇപ്പോൾ കോർണിയയുടെ 5 ലെയേഴ്സും മാറ്റുക എന്നതായിരുന്നു പഴയ ഒരു കൺസെപ്റ്റ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നൂതനമായ ശസ്ത്രക്രിയകൾ, അതായത് പുതിയ പുതിയ സർജറീസ്, ലാമെല്ല സർജറീസ് ഉണ്ട്. അതായത് ഏത് ലെയറിനാണ് അസുഖം ആ ലെയർ മാത്രം മാറ്റാവുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ കെരട്ടോണസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിനാണെങ്കിൽ ഡാൽക്ക് എന്ന് പറഞ്ഞൊരു സർജറി ചെയ്യാം. അതായത് അതിൻ്റെ മുൻവശത്തെ 4 ലെയേഴ്സ് മാത്രം മാറ്റുക. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്, ഫ്യൂക്സ് കോർണിയൽ ഡിസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെയറിന് മാത്രമേ ഉണ്ടാവുള്ളൂ അസുഖം. അപ്പോൾ ഉള്ളിലുള്ള ലെയർ മാത്രം മാറ്റി ഡീസെക് എന്ന് പറഞ്ഞൊരു സർജറിയിൽ കൂടെ സ്റ്റിച്ച് പോലും ഇല്ല. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഡീസെക് എന്ന് പറഞ്ഞ സർജറി ചെയ്യാനാണെങ്കിൽ കണ്ണിനകത്ത് സ്റ്റിച്ചുകളോ സൂച്ചേഴ്സോ ഒന്നും ഉണ്ടാവില്ല. അത് ഒരു എയർ ബബിൾ ഇട്ട് ഒട്ടിച്ച് വെക്കുന്ന ഒരു സർജറിയാണ് ഡീസെക് എന്ന് പറഞ്ഞത്. അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ കാഴ്ച ശരിയാക്കി എടുക്കാനും പറ്റും. ഡോക്ടറുടെ കെരട്ടോകോണസ് എന്നൊരു വാക്ക് പറഞ്ഞല്ലോ, അതെന്താണെന്ന് വ്യക്തമാക്കാമോ? കെരട്ടോകോണസ് ഇപ്പോൾ കുറച്ച് വ്യാപകമായി കാണുന്നുണ്ട്. കാരണം അറിയില്ല, അതിൻ്റെ കോസസ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിഫാക്ടോറിയലാണ്. പിന്നെ ചിലർക്ക് അലർജി, ക്രോണിക് അലർജി ഉള്ള എപ്പോഴും ഇങ്ങനെ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്നവർക്ക് വരാം. പിന്നെ കണ്ണിൻ്റെ കൊലാജൻ സബ്സ്റ്റൻസ് കുറയുന്നവർക്കാണ് ഈ കോർണിയ എന്ന് പറയുന്നത്. കോർണിയയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു കർവേച്ചർ ഉണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല, കോർണിയ ഇത്തിരി വളഞ്ഞിട്ടാണ്. കെരട്ടോകോണസ് ബാധിച്ചവർക്ക് കോർണിയ കുറച്ചും കൂടെ വളയും, മുമ്പോട്ട് വളയും, കൂർത്തിരിക്കും. കൂർത്ത കോർണിയ എന്ന് പറയും. അപ്പോൾ അവർക്ക് ശരിക്കുള്ള ഒരു വിഷൻ കിട്ടില്ല, ആസ്റ്റിഗ്മാറ്റിസം വരും, ഇറഗുലർ ആസ്റ്റിഗ്മാറ്റിസം. അതും സർജിക്കലി കറക്റ്റബിൾ ആണോ? അത് നമുക്ക് ആദ്യം പറഞ്ഞാൽ കെരട്ടോകോണസ് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഒരു 17 പ്യൂബർട്ടി ഏജിലാണ് അത് മനസ്സിലാക്കാൻ പറ്റുക, 14 to 17 ഇയേഴ്സിൽ. അത് കഴിഞ്ഞാൽ ഒരു 35 ഇയേഴ്സ് വരെ പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റേജായിട്ട് ഈ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുക ചെയ്യാറ്. അത് മരുന്നിലൂടെയും കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് എന്ന് പറയും. അതായത് അൾട്രാവയലറ്റ് ലൈറ്റ് മരുന്ന് ഒഴിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതും ഒരു പുതിയതായിട്ടുള്ള ഒരു ചികിത്സയാണ്. പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ആ പേഷ്യൻറ്റിനെ വിഷ്വലി എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ണാടി ട്രൈ ചെയ്യും. കണ്ണാടിയിൽ ശരിക്കും കാഴ്ച കിട്ടിയില്ലെങ്കിൽ കോൺടാക്ട് ലെൻസസ് കൊടുക്കും. അതായത് സെമി സോഫ്റ്റ് കോൺടാക്ട് ലെൻസ്, പിന്നെ സ്പെഷ്യാലിറ്റി കോൺടാക്ട് ലെൻസ് ഉണ്ട് കെരട്ടോകോണസിന് മാത്രം യൂസ് ചെയ്യുന്നത്. ഇതിലൊന്നും കാഴ്ച കിട്ടാത്തവർക്ക് ഈ പറഞ്ഞ പോലെ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. ഓക്കെ. ഈ പിന്നെ പല വിഷൻ കറക്ഷൻ വരുന്ന സാധനങ്ങൾക്കൊക്കെ ലേസർ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ ലേസറിന് ഈ പറയുന്ന സാധനങ്ങൾ എന്തെങ്കിലും റോളുണ്ടോ? ലേസർ എന്ന് പറഞ്ഞാൽ കെരട്ടോകോണസിന് ഒരു പരിധി വരെ, ശരിക്കും പറഞ്ഞാൽ ഈ ലാസിക് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കണ്ണാടി മാറ്റാൻ വരുന്നവർക്കാണ് ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ളത്. കെരട്ടോകോണസ് അതിനൊരു ആബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷനാണ്. കെരട്ടോകോണസ് ഇല്ലാന്ന് സ്ക്രീൻ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ലാസിക് ഉപയോഗിക്കുള്ളൂ. പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഷേപ്പ് ഓൾട്ടർ ചെയ്യാനായിട്ട് ലാസിക്കിൻ്റെ ആ എക്സൈമർ ലേസർ നമുക്ക് കെരട്ടോകോണസ് രോഗികൾക്കും യൂസ് ചെയ്യാം. അത് സെലക്റ്റഡ് ആയിട്ടുള്ള, എല്ലാവർക്കും അല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രം. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ കണ്ണിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കരട് കളയുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കണ്ണിൽ കരട് പോവുക, അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും തരികൾ പോവുക, കണ്ണ് തിരുമുക, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ കണ്ണിൽ ഇഞ്ചുറി വരാനുള്ള, അല്ലേ, മുറിവുകൾ പറ്റാനുള്ള. അപ്പോൾ ഈ ഒരു കണ്ണിലിപ്പം കരടോ മണലോ അങ്ങനെ എന്തെങ്കിലും പൊടിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കണ്ണിന് ദോഷമൊന്നുമില്ലാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? കണ്ണിനിപ്പോൾ പ്രത്യേകിച്ച് കരട് പോയാൽ നമ്മൾ ഒന്നും തോർത്തോ അല്ലാതെ അഴുക്ക് വിരലോ ഒന്നും കൊണ്ട് എടുക്കാത്തതിലും ഏറ്റവും ബെറ്റർ ഫ്രഷ് വാട്ടർ, ടാപ്പ് വാട്ടർ വെച്ച് കഴുകി കളയുന്നതാണ്. ഈവൻ ആസിഡോ തിരുമാൻ പാടില്ല. ആസിഡ് വീണ് വന്നവരുണ്ട്. ഈ ഗ്ലൂ പോലത്തെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഇത് സിമെൻറ്റ് എല്ലാം പെട്ടെന്ന് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ. അതാണ് ഏറ്റവും നല്ല ഒരു ഫസ്റ്റ് എയ്ഡ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അത് എടുക്കാൻ നോക്കരുത്. കണ്ണിൻ്റെ കരട്. ഈ സർജറിയുടെ കാര്യം പറഞ്ഞല്ലോ, മറ്റേ കോർണിയൽ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതൊരു IP പ്രൊസീജിയറാണോ? എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും? അല്ലെങ്കിൽ OPയിൽ ചെയ്തു പോകാൻ പറ്റുന്നതാണോ? എങ്ങനെയാണ്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം ഡേ കെയർ സർജറീസ് ആണ്. എല്ലാം ഡേ കെയർ സർജറീസ് ആണ്. പിന്നെ ദൂരെ നിന്ന് വരുന്ന പേഷ്യൻസിന് ഒരു ദിവസം നമ്മൾ ഒബ്സർവേഷന് വേണ്ടി കിടക്കും. ചില പേഷ്യൻസ് മാത്രം ഒരു 1 day ഇഞ്ചക്ഷനൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, ഒരു പെയിനൊക്കെ അന്നത്തെ ദിവസം മാത്രം. നമ്മൾ സാധാരണ അനസ്തറ്റൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫുൾ ബോധം മയക്കിയല്ല ചെയ്യുന്നത്, ഇത് ചെയ്തിട്ട് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അനസ്തീഷ്യ ഒരു 3-4 hours നിൽക്കും. ചിലപ്പോൾ മാത്രം ഒരു ഓവർനൈറ്റ് പെയിൻ ഉണ്ടാവും. ഒരു ദിവസം, മാക്സിമം ഒരു ദിവസമൊക്കെ ഇപ്പോൾ കിടക്കേണ്ട ആവശ്യം വരാറുള്ളൂ. ഓക്കെ. ഇതിനെന്തെങ്കിലും റിവ്യൂസിൻ്റെ ആവശ്യം, അതുപോലെ എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഈ പേഷ്യൻറ്റിന്?
ഓഫ് കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല, ഫോളോ അപ്പ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ആ പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് ഒരു ഫുൾ ഓൾവേസ് കമ്മിറ്റഡ് ആയിരിക്കണം നമ്മൾ ആ പേഷ്യൻറ്റിനോട്. ഏത് സമയത്തും പേഷ്യൻ്റ് ഒരു കോംപ്ലിക്കേഷനായിട്ട് തിരിച്ചു വരാം. കാരണം ആ റിജക്ഷൻ ഏറ്റവും പ്രധാനമാണ് ഏതൊരു ഓർഗൻ. അതെ, അപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, കാരണം കോർണിയയിൽ ബ്ലഡ് വെസൽസ് ഇല്ല, ലിംഫാറ്റിക്സ് ഇല്ല, അതുകൊണ്ടാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് പറ്റുന്നത്. പക്ഷേ റിജക്ഷൻ വരാം, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന്, യങ് ആയിട്ടുള്ള പേഷ്യൻസിന്, പിന്നെ വാസ്കുലറൈസേഷൻ വെസൽസ് വളരുന്നവർക്ക്. അപ്പോൾ ലൈഫ് ലോങ് അവർക്കൊരു ഫോളോ അപ്പ് ശരിക്കും വേണം. ഒരു മാക്സിമം ഒരു 2 ഇയേഴ്സ് എങ്കിലും അവർക്കൊരു എവറി 2 months അല്ലെങ്കിൽ എവറി 3 months ചെക്കപ്പ് വേണം. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രാഇൻഡിക്കേഷൻസ്, കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ സർജറിയിൽ? സർജറി വൈസ് എല്ലാത്തരം കോംപ്ലിക്കേഷൻസും വരാം. പഴുപ്പ് വരാം, പിന്നെ സ്റ്റിച്ചസ് ഉണ്ടാവും. ചില ടൈപ്പ് ഓഫ് സർജറീസിൽ ഒരു 2 years അല്ല 1 year വരെയൊക്കെ സ്റ്റിച്ച് വെക്കും കണ്ണിൽ. ആ സ്റ്റിച്ചിൽ പൊടി കയറിയാൽ അതിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, പേഷ്യൻ്റ് വിജിലൻ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു അൺടുവേർഡ് സിംറ്റം ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ അനീറ്റ ചാലക്കുടി ഐ വിഷൻ ഐ കെയർ സെൻറ്ററിലെ കോർണിയൽ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ ഇവിടെ സംസാരിച്ചത് കോർണിയൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ്, അന്ധത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അന്ധതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും, അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അന്ധതയുടെ കാരണങ്ങളിലൊന്നുമാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്. അതായത് കോർണിയയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ കൃഷ്ണമണിക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ഇൻഫെക്ഷൻ ഒക്കെ കാരണം അത് ശ്രദ്ധിക്കാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അന്ധത, അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടായത്. അതോടൊപ്പം തന്നെ കോർണിയൽ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും സംസാരിച്ചു. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.